ഇങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ, ഐ ആൻഡ് മൈ ഫ്രണ്ട് ഗോ ഫോർ ഷോപ്പിംഗ്, അല്ലെങ്കിൽ ഐ ആൻഡ് മൈ ഫ്രണ്ട് ഈസ് ഗോയിങ് ഫോർ ഷോപ്പിംഗ്. ശരിക്കും ഇവിടെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ ഒരു സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ മൈ ഫ്രണ്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അവിടെ ഇപ്പോൾ ഈ ഹി ആവാം, ഷീ ആവാം, വേറെ ഏതെങ്കിലും ഒക്കെ ഒരു സെക്കൻഡ് പേഴ്സൻ്റെ കൂടെയാണ് നമ്മൾ ഐ ഉപയോഗിച്ച് നമ്മൾ ആ സെൻറ്റൻസ് ഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം സെക്കൻഡ് പേഴ്സണെ പറയണം. ഉദാഹരണത്തിന് മൈ ഫ്രണ്ട് ആൻഡ് ഐ, അല്ലെങ്കിൽ ഹി ആൻഡ് ഐ, അല്ലെങ്കിൽ ഷീ ആൻഡ് ഹൈ. എന്താണോ അവിടെ പറയുന്നത് അത് ഹി ഷീ ഏതാണോ അതിന് ശേഷം നമ്മൾ ഐ പറയാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും നമുക്ക് ഹി ആൻഡ് ഐ, പിന്നെ നമ്മൾ ആം പറയണോ, ഈസ് പറയണോ, ആറ് പറയണോ, ഈ മൂന്നിലേതെങ്കിലും ഒന്നും നമ്മളവിടെ ഉപയോഗിക്കുന്നുണ്ടാവാം. ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നേരത്തെ പറഞ്ഞ മിസ്റ്റേക്കിന് എടുക്കാം, ഐ ആൻഡ് മൈ ഫ്രണ്ട് ഈസ് ഗോയിങ് ഫോർ ഷോപ്പിംഗ്. അവിടെ ഐ ആൻഡ് മൈ ഫ്രണ്ട് ഈസ് പറയാനുള്ള ടെൻഡൻസിക്ക് കാരണം അവിടെ മൈ ഫ്രണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം മൈ ഫ്രണ്ട് അല്ലേ, മൈ ഫ്രണ്ട്സ് അല്ലല്ലോ. ഫ്രണ്ട്സ് ആണെങ്കിൽ ആറ് പറയാം, ഫ്രണ്ട് ആയ കാരണം ഈസ് പറയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഈ പോയിന്റ് അല്ല, സെക്കൻഡായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു സബ്ജക്റ്റിന് പേഴ്സണെ സംബന്ധിച്ചല്ല ശരിക്കും അവിടെ ഈസ് ആർ ഉപയോഗിക്കേണ്ടത്. അവിടെ രണ്ട് വ്യക്തികൾ വരുന്നുണ്ട്. മൈ ഫ്രണ്ട് ആൻഡ് ഐ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എത്രയായി? രണ്ടാൾക്കാരായി. സ്വാഭാവികമായിട്ടും ഒന്നിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഓക്സിലറി ഏതാണ്? ആറാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? മൈ ഫ്രണ്ട് ആൻഡ് ഐ ആർ ഗോയിങ്, അല്ലെങ്കിൽ മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ ഷോപ്പിംഗ്. എനിവേ, അണ്ടർസ്റ്റാൻഡ് ദ trick and technique, then learn best. Take care.